സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇവർക്ക് ഒരു ശുഭദിനം ആശംസിക്കുന്നു. ചടയമംഗലം ബ്ലോക്ക് തല ഭിന്നശേഷി കലാകായിക മത്സരങ്ങൾ ചടയമംഗലത്ത് ബ്ലോക്ക് ഓഫീസ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. സീനിയർ വിഭാഗത്തിലെ കസേരകളി മത്സരത്തിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾ ഈ ഒരു മത്സരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കസേര കളിയാണ്. സൂപ്പർ സീനിയറാണ് മത്സരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയുള്ള മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലാകായിക മത്സരങ്ങളാണ് ഇപ്പോൾ ചടയമംഗലം ബ്ലോക്ക് ഓഫീസ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സീനിയർ വിഭാഗം കസേരകളി മത്സരമാണ് നടക്കുന്നത്. ഈ സീനിയർ മത്സരത്തിൽ ഒരു കസേരയും രണ്ടുപേരും അവശേഷിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി സൂപ്പർ സീനിയർ മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി സീനിയർ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ മത്സരത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ചടയമംഗലം ബഡ് സ്കൂളിലെ അധ്യാപിക സ്മിത നമ്മളോടൊപ്പം ചേരുന്നു. കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചക്കാലമായിട്ട് ഇതിൻ്റെ പ്ലാനിങ്ങിലാണ്. ഇതിൻ്റെ സംഘാടകരെല്ലാം കോർഡിനേറ്റേഴ്സും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം വളരെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇവിടെ വളരെ ഭംഗിയായി തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നടന്നു. നന്ദി, നമസ്കാരം. സൂപ്പർ സീനിയറിൻ്റെ മത്സരം കഴിഞ്ഞു. അടുത്തത് സീനിയേഴ്സിൻ്റെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കസേരകളിയാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർഗോത്സവം 2025 എന്നാണ് ഈ ബ്ലോക്ക് തല ഭിന്നശേഷി കലാകായിക മത്സരത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സീനിയറിൻ്റെ കസേരകളി മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. തുടർന്നുള്ള മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിൽ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
കസേരകളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കസേരകളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് വിഭാഗത്തിലെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയിച്ചാൽ പിള്ളേരായിട്ട് ചോദിച്ചതിന്റെ വിവരങ്ങളിലേക്ക് ലഭിക്കുന്നില്ല. മാനസിക ഭിന്നശേഷി സൂപ്പർ സീനിയർ വിഭാഗം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാനസിക ഭിന്നശേഷി സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ കസേരകളി മത്സരമാണ് ട്രാക്ക് 3 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാനസിക ഭിന്നശേഷി സൂപ്പർ സീനിയർ വിഭാഗം ട്രാക്ക് 3 കസേരകളി മത്സരം നടക്കുകയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഭക്ഷണം എത്തിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കാത്ത ഇപ്പോൾ വിശ്രമത്തിലിരിക്കുന്ന കുട്ടികളെ ആ ഭക്ഷണം കൊടുക്കുന്നതിനായിട്ട് സഹായിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ഭക്ഷണം പുറത്തിറങ്ങി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മറ്റുള്ളവർ പ്രവേശിക്കാവൂ. സീനിയർ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിനായി കുട്ടികളെ പങ്കെടുപ്പിക്കുമ്പോൾ ടീച്ചർമാരും അംഗനവാടി ടീച്ചർമാരും ശ്രദ്ധിക്കുക. ഭക്ഷണ വിതരണം അത് കഴിക്കുന്നതുമായി നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അംഗൻവാടി ടീച്ചറെ തുടങ്ങുന്നുണ്ട്. മാനസിക ഭിന്നശേഷി വിവിധ വിഭാഗ ബാൾപാസിംഗ് മത്സരം നമുക്ക് ട്രാക്ക് 2 നമുക്ക് ആരംഭിക്കാവുന്നതാണ്. അവരുടെ പേര് വായിക്കുന്നു. സെക്ഷൻ 195 ആദ്യത്തെ 196 മുഹമ്മദ് ഹനാൻ മിനസ് 192 പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യുന്നത്. 26 വർഷമായിട്ട് അംഗൻവാടി പ്രവർത്തനം നടത്തുന്നു. ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് ശ്രീമതി പ്രഭാകുമാരി ടീച്ചറാണ്. കിഴക്ക് ഭാഗം അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ടീച്ചറെ, എങ്ങനെയുണ്ട് ഈ കലാമത്സരം സംഘടിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരുടെ കഴിവുകൾ നമ്മുടെ പുറം ലോകം അറിയുന്നതിനും അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉന്മേഷം ഉണ്ടാകുന്നതിനും അവർ തികച്ചും പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള അവസരമുള്ള ആളുകളൊക്കെ വീട്ടിൽ ഒതുങ്ങിക്കൂടി അവരുടെ ജീവിതം കഴിക്കാൻ കഴിയുന്നത്. ഇപ്പം അങ്ങനെയല്ല. അമ്മമാരും രക്ഷിതാക്കളും പഠിപ്പിക്കുവാനും ബഡ് സ്കൂൾ അധ്യാപകരും എല്ലാവരും ചേർന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുവാനും അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിന് നല്ല ഒരു സഹായവും സഹകരണവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. തികച്ച് അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. കുട്ടികളൊക്കെ ഈ നിലവാരത്തിലോട്ടും അവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തപ്പെടേണ്ടവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി ടീച്ചറെ, നമ്മളോട് പ്രതികരിച്ചതിന് സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകൾക്കും ഞങ്ങൾ നേരുന്നു. നമ്മുടെ ഓഫീസിന്റെ വലതുവശത്തെ ട്രാക്ക് 3, അതായത് വൃത്തം 3 ഇപ്പോൾ കസേരകളി മത്സരം മാനസിക ഭിന്നശേഷി സൂപ്പർ സീനിയർ വിഭാഗ മത്സരമാണ് നടക്കുന്നത്. ചടയമംഗലം ബ്ലോക്ക് തല ഭിന്നശേഷി മത്സരം ആണ്, കലാകായിക മത്സരമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചടയമംഗലം ബ്ലോക്ക് അങ്കണത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ കസേരകളി മത്സരമാണ് നടക്കുന്നത്.
അതിൽ ഇപ്പോൾ സൂപ്പർ സീനിയേഴ്സും സീനിയർ മത്സരങ്ങളും ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത മത്സരങ്ങൾ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ്. ഇത് ചടയമംഗലം ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കുട്ടികളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. അംഗൻവാടി ടീച്ചർമാരും ബഡ് സ്കൂൾ ടീച്ചർമാർ അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒട്ടനവധി ആൾക്കാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് സാക്ഷി ടി വിയും. കാരണം വളരെ ആവേശപൂർവമായ മത്സരത്തിലാണ് ഈ കുട്ടികൾ പങ്കെടുക്കുന്നത്. അവരെ വളരെ സന്തോഷവതികളായും സന്തോഷവാന്മാരായി കാണാൻ കഴിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കസേരകളി മത്സരം വീണ്ടും തുടരുന്നു. പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗൻവാടി ടീച്ചർമാരും ഏതൊരു ആൾക്കും ഭക്ഷണം കഴിക്കാനുള്ള കുട്ടികളെ ഭക്ഷണം കഴിപ്പിച്ച് മത്സര പരിപാടികളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കാവുന്നതും ശ്രദ്ധിക്കുക. ശാരീരിക ശേഷി ജൂനിയർ വിഭാഗ കസേരകൾ മത്സരമാണ് ട്രാക്ക് 3 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കുട്ടികൾ മത്സരം തുടങ്ങുന്നതിന് എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാനായി പോയിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും അടുത്ത പേരിൽ കയറ്റി ആ മത്സര പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 11 മണിക്ക് തന്നെ ഇവിടെയുള്ള എല്ലാ മത്സരങ്ങളും ചടയമംഗലം ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിലെ ബഡ് സ്കൂളിലെയും അംഗൻവാടികളിലെയും ഒക്കെ തന്നെ കുട്ടികളും ടീച്ചേഴ്സും ഇവിടെ എത്തിച്ചെത്തുന്നു. എല്ലാവരും വളരെ ആവേശഭരിതരാണ് എന്നുള്ളതാണ് ഈ ഒരു കലാകായിക മത്സരത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കസേരകളി വീണ്ടും തുടരുന്നുണ്ട്. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. സർഗോത്സവം കുട്ടികൾക്ക് മാനസിക ഉല്ലാസവും ഭൗതിക നിലവാരവും ഒരു പ്രോത്സാഹനമായി ഇപ്പോൾ നമ്മുടെ ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ മത്സരങ്ങളെക്കുറിച്ചും ഇത് സംഘടിപ്പിച്ച സംഘാടനത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ പ്രതികരിക്കുന്നു. ബഹുമാന്യരെ, നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മാതൃകാ പ്രോജക്റ്റാണ് നമ്മുടെ ഭിന്നശേഷി കലാമേള എന്ന് പറയുമ്പോൾ ചടയമംഗലം ബ്ലോക്കിലെ 8 ഗ്രാമപഞ്ചായത്തിൽ ഉള്ള മുഴുവൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സർഗ്ഗവാസനകളെ തുറന്നു കാട്ടുവാനും അവരുടെ മാതാപിതാക്കൾക്ക് ഒരു മാനസിക ഉല്ലാസം കൂടെ നൽകിക്കൊണ്ട് ഒരുപാട് ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്കൊരു വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് ഈ സുദിനം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മാതൃകാ പ്രോജക്റ്റാണ്. ഇതിൽ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ.സി. റാണിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കളക്ടറടക്കം പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ചെറിയത് പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് രാവിലെ തന്നെ പ്രഭാത ഭക്ഷണം, അവർക്ക് ആവശ്യമായ കുടിവെള്ളം, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം, ചായ, ഐസ്ക്രീം എല്ലാം ഞങ്ങൾ കരുതിക്കൊണ്ട് വളരെ മാതൃകയായിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കുന്നത്. കാരണം അവരുടെ കുറ്റം കൊണ്ടല്ല കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരനുഭവിക്കുന്ന ദുഃഖം. ബഡ് സ്കൂളിലെ ടീച്ചർമാർ ഈ കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വരുത്തി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബഡ് സ്കൂളിലെ ടീച്ചർമാർ അവർ ചെയ്യുന്ന പ്രവർത്തനം എല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടാണ്
ബഡ് സ്കൂളിലെ അധ്യാപകരെയും അതുപോലെ തന്നെ CDPO, സൂപ്പർവൈസർമാർ, അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ കൗൺസിലേഴ്സിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ജനകീയമായി മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ നടപ്പിലാക്കുന്നത്. വളരെ സന്തോഷമേറെ അഭിമാനമുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ വേണം നമ്മൾ ചെയ്യുവാൻ. കാരണം ഒരുപാട് അമ്മമാരെ, ഒരുപാട് മാതാപിതാക്കളെ കാണുവാനും കഴിയും. ഇതിൽ തന്നെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അവരവരാൽ കഴിയുന്ന തൊഴിലുകൾ ചെയ്യുന്നതിന് അവർക്ക് തൊഴിൽ പരിശീലനം അടക്കം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കളെയും സ്വയം തൊഴിലുകൾ പരിശീലിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ട് പോകാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിട്ട്. ഈ പരിപാടി ഞങ്ങളുടെ ബ്ലോക്കിനെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ളതാണ്. അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവരെ രക്ഷകർത്താക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇപ്പോൾ പരിപാടികൾ, കായിക മത്സരങ്ങൾ നിർത്തിവെച്ച് ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള ആ കുട്ടികൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്ന സമയമാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ മാനസികോല്ലാസമായ ഒരു 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 പരിപാടിയാണ് ഇന്ന് ബ്ലോക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വരും നാളുകളിലും ഇത്തരം പരിപാടികൾ നമ്മുടെ ബ്ലോക്ക് തലത്തിൽ നടക്കട്ടെ എന്നുകൂടി സാക്ഷി TV ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, കസേരകളി മത്സരം, മാനസിക ഭിന്നശേഷി ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗ മത്സരം ട്രാക്ക് 3 അവസാനിച്ചു. അത്തന്റെ കസേരകളി മത്സരം ശാരീരിക ഭിന്നശേഷി വിഭാഗത്തിലെ ജൂനിയർ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും കുട്ടികൾ ഭക്ഷണത്തിനായി പോയിട്ടുണ്ടെങ്കിൽ അവര് എത്തുമ്പോഴത്തേക്കും അവരെ ഉൾപ്പെടുത്തി തന്നെ പരിപാടി പൂർണ്ണമാക്കുക. കസേരകളി മത്സരം ജൂനിയർ ശാരീരിക ഭിന്നശേഷി ജൂനിയർ വിഭാഗ മത്സരത്തിൽ പങ്കെടുക്കാൻ പേര് തന്നിരിക്കുന്നുണ്ട്. ചെസ്റ്റ് നമ്പർ വായിക്കാം. ചെസ്റ്റ് നമ്പർ 101, ചെസ്റ്റ് നമ്പർ 102, ചെസ്റ്റ് നമ്പർ 103, ചെസ്റ്റ് നമ്പർ 217, 218, 189, 190, 151. പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്കോർട്ട് ടീച്ചേഴ്സും അംഗനവാടി ടീച്ചർമാരും ശ്രദ്ധിക്കുക. 101, 102, 103, 217, 218, 189, 190, 151. ശ്രദ്ധിക്കുക. ബസ് സ്കൂളിലെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. കസേരകളി ജൂനിയർ ശാരീരിക ഭിന്നശേഷി ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ചെസ് നമ്പർ 103, 217, 218 ഈ കുട്ടികളെ ഇതുവരെ എത്തിയിട്ടില്ല. അവരെ എത്തിക്കുന്നതിന് ബസ് സ്കൂൾ ടീച്ചറിന്റെ സേവനം ഇതിന്റെ സംഘാടകര് അഭ്യർത്ഥിക്കുന്നു. ഹലോ, ഹലോ, അറിയോ? അല്ല അതെ മേടിച്ചു തരാം. രണ്ട് പ്ലേറ്റ് കൂടെ ൂടെ
ചടയമംഗലം ബ്ലോക്ക് തല ഭിന്നശേഷി കലാകായിക മത്സരങ്ങൾ സർഗോത്സവം എന്ന പേരിൽ ഇന്ന് ചടയമംഗലം ബ്ലോക്ക് ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ആദ്യത്തെ മത്സരമിനമായ കസേരകളി വീണ്ടും തുടരാനുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം കലാമത്സരങ്ങൾ നടക്കും. അതിനുശേഷം വൈകിട്ട് എൻ്റെ സമാപന സമ്മേളനം ആരാധ്യയായ ബഹുമാനിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഒപ്പം ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്, സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ ഒരു പരിപാടിയായിട്ടാണ് ഈ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്തുകളിലെയും സ്കൂളുകളെയും അംഗൻവാടികളിലെയും ചേർത്ത് ഇണക്കിക്കൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിൽ നിന്നും തൽക്കാലം ഞങ്ങൾ ഇവിടെ വാങ്ങുന്നു. സാക്ഷി TV തുടർന്നും ഇതിൻ്റെ പരിപാടികളുമായി ഇന്നിവിടെ നടക്കുന്ന പരിപാടികളായി പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ